ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും യൂസ്ഫുൾ ആയ ഒരു വീഡിയോയുമായിട്ടാണ്. പഴയ ജീൻസ് കൊണ്ട് ഒരു ചിലവുമില്ലാതെ ഗ്രോ ബാഗ് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. ഷോപ്പിൽ നിന്ന് പൈസ കൊടുത്ത് വാങ്ങാതെ വീട്ടിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഫുള്ളായിട്ട് കാണണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതുപോലെ ഒരു വലിയ സൈസിലുള്ള ജീൻസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇത് നിവർത്തി കൊടുത്തതിന് ശേഷം കാല് കയറ്റി കൊടുക്കുന്ന സൈഡ് ഇതുപോലെ ചേർത്ത് വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ ഈ ജീൻസിനെ രണ്ടായി ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ ലെന്ത് ഇതുപോലെ ടേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിന് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. കറക്റ്റ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാതെ ഏകദേശം ഒരു അളവിന് കട്ട് ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന എല്ലാ ഗ്രോ ബാഗുകൾക്കും ഒരേ അളവിന് വേണമെന്ന് കരുതിയാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ രണ്ട് സൈഡിലും ഇതുപോലെ തന്നെ അളവുകൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്ട്രൈറ്റ് ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുത്ത് നമുക്ക് അതിൽ കൂടി കട്ട് ചെയ്തെടുക്കാം. ജീൻസിന്റെ രണ്ട് കാലുകളുടെയും പോർഷൻ ചേർത്ത് വെച്ച് കൊടുത്ത് കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇങ്ങനെ ഒറ്റ കട്ടിങ്ങിൽ തന്നെ രണ്ട് ഗ്രോ ബാഗ് ഉണ്ടാക്കാനുള്ള തുണികൾ കിട്ടും. ഇനി ആ പാൻറ് ലെവലിനല്ല കിടക്കുന്നുവെങ്കിൽ കറക്റ്റ് ലെവലാക്കി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത പീസുകൾ എടുത്ത് ഇതുപോലെ മുകളിൽ വെച്ച് കൊടുത്ത് ആ അളവിന് തന്നെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി മാർക്ക് ചെയ്ത് കൊടുത്തതെല്ലാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ജീൻസിന്റെ ഏറ്റവും മുകളിലത്തെ ഈ പോർഷൻ കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തതിന്റെ അത്രയും നീറ്റായിട്ട് തന്നെ ഇത് കിട്ടുകയുമില്ല. അത് സാരമില്ല, ലാസ്റ്റ് കറക്റ്റ് ആക്കി കൊടുക്കാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ ജീൻസിന്റെ ഒരു പീസ് പോലും വേസ്റ്റ് ആക്കി കളയാതെ ഗ്രോ ബാഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ജീൻസ് കൊണ്ട് മാത്രം കുറച്ചധികം ഗ്രോ ബാഗുകൾ ഉണ്ടാക്കിയും എടുത്തിട്ടുണ്ട്. ഇതിന്റെ പോക്കറ്റുള്ള പോർഷൻ സെന്ററിൽ കൂടി കട്ട് ചെയ്ത് രണ്ട് പീസാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ജീൻസ് ഫുള്ളായിട്ടും ഗ്രോ ബാഗുകൾക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ചിങ് ചെയ്തെടുക്കണം. അതിനു വേണ്ടി ഒരു പീസ് എടുത്ത് ഈ ജീൻസിലുള്ള രണ്ട് സൈഡിലെയും സ്റ്റിച്ച് സെന്ററിൽ വരുന്ന രീതിയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ടേപ്പ് കൊണ്ട് 2 ഇഞ്ച് ഇതുപോലെ സ്ക്വയർ ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴ്ഭാഗത്തെ രണ്ട് സൈഡിലുമാണ് സ്ക്വയർ ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, കട്ട് ചെയ്തപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി മെഷീൻ ഇല്ലാത്തവരാണെങ്കിൽ സൂചിയും നൂലും കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇതിനെ ചീത്ത സൈഡിലോട്ട് ആക്കി കൊടുത്തതിന് ശേഷം സ്ട്രൈറ്റ് ആയിട്ടിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ലോക്ക് ഇട്ട് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ഇനി സ്ക്വയർ ഷേപ്പിന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്ത പോർഷൻ ഇതുപോലെ രണ്ട് സൈഡും കൂടി ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം ലോക്കിട്ട് കൊടുത്ത് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ട് സൈഡും കറക്റ്റാക്കി പിടിച്ചു കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണേ, അല്ലെങ്കിൽ അത് ഇളകിപ്പോകും. ഇതുപോലെ തന്നെ മറ്റേ സൈഡിലും സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നല്ല സൈഡിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ തുമ്പ് പോർഷൻ ചീത്ത സൈഡിൽ നിന്ന് നല്ല സൈഡിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. അപ്പോൾ ഒരു ഗ്രോ ബാഗിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി നമ്മൾ നേരത്തെ പോക്കറ്റിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്തില്ലായിരുന്നു, അത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. അത് 2 പീസായി കട്ട് ചെയ്തെടുത്തത് കൊണ്ട് ഇതിൻ്റെ ഒരു സൈഡ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നോക്കിയപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗമുണ്ടല്ലോ, അത് ലെവലിനല്ല ഇരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കട്ട് ചെയ്തൊന്ന് ലെവലാക്കി കൊടുക്കാം. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതിനും 2 സൈഡിനും സ്ക്വയർ ഷേപ്പിന് കട്ട് ചെയ്ത് കൊടുക്കാം. നേരത്തെ ചെയ്തതിൻ്റെ അത്രയും ലെന്തിന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല, കുറച്ച് മാത്രമേ ഇതുപോലെ സ്ക്വയർ കട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഇതും നേരത്തെ ചെയ്തതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ തുമ്പ് പോർഷൻ ഫോൾഡ് ചെയ്ത് കൊടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതുപോലെയല്ലേ ഇരിക്കുന്നത്. അങ്ങനെ അതും റെഡി ആയിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെ ഈ ഒരു ജീൻസിൽ നിന്ന് കട്ട് ചെയ്ത എല്ലാ പീസുകളിലും ഗ്രോ ബാഗുകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുത്ത അളവിന് ഇതുപോലെയാണ് ഗ്രോ ബാഗുകൾ കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി ലെന്ത് വേണമെങ്കിൽ അളവിന് വ്യത്യാസപ്പെടുത്തി കൊടുത്താൽ മതി. ഇനി കത്രിക കൊണ്ട് ഇതിൻ്റെ ഇതുപോലെ കോണുകൾ ഉണ്ടല്ലോ, അത് നേരെയാക്കി കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഹോളുകൾ ഇട്ട് കൊടുക്കാം. വെള്ളം തങ്ങി നിൽക്കാതെ വെളിയിൽ പോകാൻ വേണ്ടിയാണേ. ഇനി നമുക്ക് ഇതിൽ ചെടികളോ അല്ലെങ്കിൽ പച്ചക്കറികളോ എന്ത് വേണമെങ്കിലും നട്ടുകൊടുക്കാം. ഞാനിപ്പോൾ ചെടികളാണ് നട്ടുകൊടുക്കുന്നത്. ഫസ്റ്റ് ഇതുപോലെ മണ്ണിട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കരിയില ഇട്ട് കൊടുത്ത് പിന്നും മണ്ണിട്ട് കൊടുത്ത് പിന്നെ ചാണകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് പിന്നും മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ചെടി ഇതുപോലെ നട്ടുകൊടുത്തിട്ടുണ്ട്. നമ്മൾ സാധാ ചെടിച്ചട്ടിയിൽ എങ്ങനെയാണോ ചെടി നടുന്നത് അതുപോലെ തന്നെ ഇതിലും ചെടി നടാൻ പറ്റും. കണ്ടോ, ഇത് ചെടിച്ചട്ടിയിൽ നിൽക്കുന്നത് പോലെ തന്നെ ചെടികൾ നിൽക്കുന്നുമുണ്ട്. ഇത് വീണ് പോകത്തുമില്ല. ഇതിന് നല്ല ചെടി വളരാനുള്ള വിസ്താരവുമുണ്ട്. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്ത എല്ലാ ഗ്രോ ബാഗുകളിലും മണ്ണുകൾ നിറച്ച് ചെടികളാണ് നട്ടുകൊടുത്തിട്ടുള്ളത്. കണ്ടോ, ഇതുപോലെ എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി പൈസ കൊടുത്ത് ഷോപ്പിൽ നിന്ന് ഗ്രോ ബാഗുകൾ വാങ്ങാതെ നമുക്ക് വീട്ടിൽ തന്നെ പഴയ ജീൻസ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. പഴയ ജീൻസൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കണേ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ? എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്ത ഒരു വീഡിയോയുമായി കാണാം. ബൈ.